യേശു കർത്താവ് യാത്ര ചെയ്തു വരുമ്പോൾ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ വെച്ച് യായിറോസ് ദൈവസന്നിധിയിൽ കരയുന്നൊരു ഭാഗമുണ്ട്. തൻ്റെ മകൾക്ക് വേണ്ടി കരയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ യായിറോസിനോട് പറയുന്നൊരു ശബ്ദമാണ്, യായിറോസെ, ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട, ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, നിൻ്റെ മകൾ മരിച്ചുപോയി. ഈ അധ്യായത്തിനകത്ത്, ഈ വാക്കിനകത്ത് യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനെ തളർത്തുകയല്ല, അവനെ വേദനിപ്പിക്കുകയല്ല, മറിച്ച് കർത്താവ് അതിനകത്ത് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. യായിറോസെ, ഭയപ്പെടേണ്ട, നിന്റെ മകൾ മരിച്ചിട്ടില്ല. ഈ വിഷയം യായിറോസിനോട് പറയുമ്പോൾ യായിറോസ് അതിനു മുമ്പ് കേൾക്കുന്ന ശബ്ദം ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട എന്ന വാക്കാണ്. അസഖ്യപ്പെടുത്തിയ യായിറോസ് ആളുകളുടെ വാക്ക് കേട്ട് അവൻ ആ വിഷയത്തെ അവിടെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ മഞ്ചം ചുമന്നുകൊണ്ട് പോയവരുടെ ഇടയിൽ യായിറോസിൻ്റെ മകളുടെ മഞ്ചവും ചുമക്കേണ്ടി വന്നേനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കാൻ വൈകുന്നുവെങ്കിൽ ഓർക്കുക, അവിടെ വിടുതലിൻ്റെ സാധ്യതകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വിഷയത്തിനകത്ത് യായിറോസിനെ പോലെ കരയുന്ന ചില പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുകയാണ്, നിനക്കത് ലഭിക്കത്തില്ല, നിന്റെ വിഷയം ഇനി കിട്ടത്തില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ കൊടുക്കുന്ന കരച്ചിലുകൾ ഒരു പക്ഷെ അസഖ്യപ്പെടുത്തുവാണെങ്കിലും, പ്രാർത്ഥനയാൽ നിങ്ങൾ അതിനെ അസഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ പറയാം, യേശു കർത്താവ് യായിറോസിന് തുറന്നു കൊടുത്ത ആ വാഗ്ദത്തത്തിൻ്റെ, ആ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനും അവൻ സർവശക്തനാണ്. സഹായിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you all. Amen.